പറഞ്ഞതുപോലെ തന്നെ ഒരു ദുരന്തം ബാക്കിയാക്കുന്ന അവശേഷിപ്പുകളാണ്. ഇവിടെയുള്ള നിലമ്പൂരിൽ നിന്ന് മൃതദേഹങ്ങൾ എത്തിയിട്ടുണ്ട്. 20ഓളം ആംബുലൻസ് എത്തി, 20 മൃതദേഹങ്ങൾ എത്തി. അത് കാണാനൊരു അത് തിരിച്ചറിയാനായി നീണ്ടൊരു നിര. അവരെല്ലാം കാത്തിരിക്കുന്ന അവരുടെ ഒരു ആകുലത, അവരുടെ ഒരു ആശങ്ക, എത്ര പേരുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ നമുക്ക് നമ്മുടെ ഒരു മരവിച്ച ഒരവസ്ഥയാണ്, മനസ്സ് മരവിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓരോരുത്തരുടെയും അനുഭവ കഥകൾ ഇന്ന് രാവിലെ കൂടി പലരുടെയും അനുഭവം. ഈ ഒരു നിമിഷത്തിൽ നമ്മളോടൊപ്പം ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് മടങ്ങുന്ന ഒരു സംഘം ചേരുന്നുണ്ട്. ചൂരൽമലയിൽ നിന്നാണോ വരുന്നത്? അതെ, ചൂരൽമലയിൽ നിന്ന് പള്ളിന്റെ അടുത്ത് നിന്നാണ് ലാസ്റ്റ് റെസ്ക്യൂ കഴിഞ്ഞത്. ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഇറ്റാച്ചി കയറുന്നുണ്ടായിരുന്നു. അത് കവർ ചെയ്ത് വരുമ്പോഴത്തേനും മൂന്നാമത്തെ ഇറ്റാച്ചി കയറുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 3 ബോഡിയും കൂടി കിട്ടി എന്നാണ് ഞങ്ങൾക്കൊരു വിവരം കിട്ടിയത്. ഞങ്ങൾ അതിന്റെ ഉള്ളിൽ മൊബൈൽ കാര്യങ്ങളും കിട്ടി. അതിന്റെ മുന്നേ 2 കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പള്ളി പോയില്ല, പള്ളിനോട് ചാടിയിട്ടൊന്നും പിന്നെ ഒരു പെൺകുട്ടീൻ്റെ, പിന്നെ അപ്പുറത്ത് രാവിലെ ഒരു അമ്മൻ്റെ കിട്ടി. പിന്നെ അതിൻ്റെ അവിടെ ഒരു ഇറ്റാച്ച് വെച്ചിട്ട് എന്ത് ചെയ്ത് ഒരു വീട് പൊളിച്ചിട്ട് ആ സമയത്ത് അതിലൊരു ഒന്നും കിട്ടി. അങ്ങനെ 3 കിട്ടിയിട്ടുള്ളത്. ഇനിയും നിലവിൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ടില്ല. ആ ഭാഗത്ത് നിലവിൽ അതേ സാഹചര്യം തന്നെയാണോ? ഇനിയും അത്തരത്തിലൊക്കെ സാഹചര്യം? തീർച്ചയായിട്ടും ഒരുപാട് അതിൻ്റെ മേലെ ഭാഗത്തേക്കൊന്നും ആരും എത്തിപ്പെട്ടിട്ടില്ല ഇതായിട്ട്. പിന്നെ ഈ ഇപ്പോൾ റെസ്ക്യൂവിൻ്റെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും പല സംഘടനകളുടെ ആളുകളുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ അവർക്കൊക്കെ മാൻ പവർ കൊണ്ട് മാത്രമേ റോപ്പ് വെച്ചിട്ട് വലിച്ച് ഇതാക്കാനൊക്കെ സ്ലാബുകളൊക്കെ ചെയ്യാനെല്ലാം ഉടച്ച് നമ്മൾ മാൻ പവർ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങി റെസ്ക്യൂ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത്. യന്ത്രങ്ങൾ ഉള്ള സാഹചര്യത്തിൽ പോലും പക്ഷേ യന്ത്രങ്ങൾ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് സ്പീഡായി. കാരണം എന്താ വെച്ചാൽ ബിൽഡിങ്ങുകൾ പൊട്ടിച്ചെടുക്കാനും മാറ്റി, അതായത് മണ്ണ് ഇടിഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോർ 3rd ഫ്ലോർ വരെ എന്തായിട്ടുണ്ട്, മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ ഇറ്റാച്ചിയുടെ സഹായം കൊണ്ട് നമുക്ക് ഒന്നുകൂടി റെസ്ക്യൂ ഫാസ്റ്റ് ആവുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടോ അങ്ങനെ ഒന്നുമില്ലല്ലോ അല്ലെ? ആരോട് ജീവനുള്ളത് നമുക്ക് ഇനി ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ക്ലിയർ ചെയ്ത് വന്നാൽ തന്നെ പറയുള്ളൂ. 2 ദിവസം ആയില്ലേ, അത്രത്തോളം മണ്ണ് വന്നിട്ട് അടഞ്ഞു കിടക്കുകയാണ്. പിന്നെ അവസ്ഥ എന്താ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ അപ്പോൾ വീണ്ടും പുനരാരംഭിക്കും. നേരത്തെ 6 മണിക്ക് തുടങ്ങുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ആ വീട്ടില് പിന്നെ മൊത്തം 5 പേരാണുള്ളത്. അതില് പിന്നെ ലാസ്റ്റത്തെ കിട്ടിയ ബോഡിയിൽ അമ്മൻ്റെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അവരെ ഭാര്യ, അച്ഛൻ, 2 മക്കള്, 4 പേരത് കിട്ടാണ്ടായത്. അതിൻ്റെ തൊട്ടടുത്തു നിന്നാണ് ഇപ്പോൾ 1 കിട്ടിയിട്ടുള്ളത്. ആ വീട് പൊളിച്ച് ഇറ്റാച്ച് വെച്ചിട്ട് പൊളിച്ച് സാറുമാർ റെഡി ചെയ്തില്ലേ, അതിലാണ് 1 കിട്ടിയത്. അത് ഈ വീട്ടിലത്താണോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. കാരണം ആ വോയിസിൽ വന്ന് അടിച്ച് ദിശ മാറിപ്പോയതല്ലേ, പിന്നെ പറയാൻ പറ്റൂല. കാരണം അത്രത്തോളം അത്തരത്തിൽ ഉള്ള ആശങ്കയുള്ള വാർത്ത തന്നെയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിലുള്ള രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ്. ഇന്നത്തേക്കുള്ള ചൂരൽമലയിലെ രക്ഷാദൗത്യം അവസാനിച്ചു. നാളെ രാവിലെ വീണ്ടും തുടങ്ങും എന്നുള്ളത് തന്നെയാണ്. പുലർച്ചെ തന്നെ ഇത് ആരംഭിക്കുമെന്നും അങ്ങനെയായിരുന്നു. യന്ത്രങ്ങളുടെയൊക്കെ സഹായം, ഇറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള സഹായത്തോടെയാണ് ഇപ്പോൾ തിരച്ചിലെല്ലാം പുരോഗമിക്കുന്നത്. അവിടെ പോലും അവരുടെ ഈ നമ്മുടെ മാനസികമായ ഇടപെടൽ വേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിലൊക്കെ ആണ്ട് കിടക്കുന്നതൊക്കെ സാഹചര്യമുണ്ടെന്നൊക്കെയാണ് അവരുടെ അനുഭവം പങ്കുവച്ചത്. അപ്പോൾ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള മുണ്ടക്കൈയുടെ ഒക്കെ ദൃശ്യങ്ങൾ നമുക്ക് ആ ദുരന്തത്തിന്റെ വ്യാപ്തി കാണിച്ചു വരുമ്പോൾ, ദുരിതാശ്വാസ ക്യാമ്പിൽ ഈ ആളുകളുടെ മനസ്സ്, അവരുടെ ആ ഒരു മൗനം തന്നെ ഈ ദുരന്തത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അവർ പറയാതെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള അവരുടെ അങ്ങനെയുള്ള മുഖങ്ങളാണ് ദിനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറെ ഖേദകരമായ, വേദനയോടെ തന്നെ പറയേണ്ടി വരും. പറയാതെ വയ്യ മാത്രം.